നിന്നോട് എനിക്ക് വലിയ ദേഷ്യമുണ്ടായിരുന്നു, കൊല്ലാനുള്ള കലിയും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും ഇല്ലാട്ടോ. നീ എന്റെ പെങ്ങളെ പൊന്നു പോലെ നോക്കുന്ന എനിക്കറിയാം. പാറു നിന്റെ കയ്യിൽ സുരക്ഷിതയാ. ഭാഗ്യേ, അപ്പച്ചി 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 കരയല്ലേ, അപ്പച്ചി കരയല്ലേ. അമ്മ കരയല്ലേ. അമ്മാവ, ആ, അമ്മാവൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട, കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. പിന്നെന്താ? മോളെ, എന്റെ ശരീരം പരിശോധിച്ച ഡോക്ടറാ അങ്ങനെ പറഞ്ഞതേ. ഞാൻ പറയുന്നത് എന്റെ മനസ്സിലെ ഭയത്തെക്കുറിച്ച്. ഭാഗ്യേ, ഇങ്ങ വാ വാ. ഇരിക്കെ, ഇരിക്കെ, ഇരിക്കെ. എപ്പോഴും ഞാൻ ദേഷ്യപ്പെട്ടിട്ടേ ഉള്ളൂ. നീ കരുതിയ പോലൊരു ഭർത്താവാകാൻ, ഒരച്ഛനാകാൻ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതൊന്നും മനസ്സിൽ വെക്കരുത് നീ. എന്തൊക്കെയാ പറയുന്നേ? ഇതുവരെ ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? എന്നും അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. അമ്മേ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട. അച്ഛൻ ഇപ്പൊ ആവശ്യം റെസ്റ്റാ. കൂടുതൽ സംസാരിപ്പിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. അമ്മ ഒന്ന് പുറത്തേക്ക് നിന്ന് കുറച്ചു നേരത്തേക്ക്. രത്നെ, ഇവരെയും കൂട്ടി പുറത്തേക്ക് പോ. അമ്മ ചെല്ല് ചെല്ലമ്മ. അപ്പച്ചി 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 വാ വാ. വാ അപ്പച്ചി വാ. അച്ഛാ, ഇപ്പൊ അച്ഛൻ ഇങ്ങനൊരു അവസ്ഥ വന്നതില് ഞാനും ഉത്തരവാദിയാണെന്ന് എനിക്കറിയാം. എനിക്ക് വയ്യാതായതിൽ മോളെങ്ങനെ ഉത്തരവാദിയാവുന്നേ? അങ്ങനെയൊന്നും ഇല്ല മോളെ. അത് അച്ഛൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. അച്ഛൻ തീരുമാനിച്ച വിവാഹം മുടക്കിയല്ലേ ഞാൻ ഗിരിയേട്ടനൊപ്പം പോയത്. അച്ഛന് നല്ല വിഷമായെന്ന് എനിക്കറിയാം. അച്ഛൻ അതൊക്കെ മറക്കണം. നന്ദികേടാ ഞാൻ ചെയ്തത്. കുഞ്ഞിലെ മുതൽ എന്നെ വളർത്തി പഠിപ്പിച്ച് ഡോക്ടറാക്കി. അങ്ങനെ എന്തെല്ലാം എനിക്ക് വേണ്ടി ചെയ്ത അച്ഛനെയാണ് ഒരു നിമിഷം കൊണ്ട് ഞാൻ തകർത്തു കളഞ്ഞത്. അച്ഛനിപ്പോ അസുഖം വരാൻ തന്നെ കാരണം ഒരു പരിധിവരെ ഞാനും കൂടിയല്ലേ. ഏയ്, മോൾ അങ്ങനെയൊന്നും കരുതണ്ട. നീ പേടിക്കുന്ന പോലെ അച്ഛൻ അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല. പിന്നെ ഒരു ഉൾഭയം ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ ഈ പ്രായത്തിന്റെ ആവാം. അച്ഛൻ ഇതിന്റെ സീരിയസ്നെസ് അറിയാത്തോണ്ടാ. ഇതങ്ങനെ നിസ്സാരമായി എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. മറ്റാരെ അറിയിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ പറയാതിരുന്നതാ. ഞാനും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. അച്ഛൻ കിടക്ക്, ഞാനിപ്പോ വരാം. ഗിരി,
അച്ഛൻ്റെ അവസ്ഥ മാറണമെങ്കിൽ ആദ്യം ആ കമ്പനി തുടങ്ങണം. അത് ഗിരി നോക്കി നടത്തുകയും വേണം. നകുല, എന്തിനാ എന്റെയും പിള്ളേരുടെ പേരിൽ കമ്പനിയൊക്കെ? ഇനിയിപ്പോ അമ്മാവന് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും എനിക്ക് അതൊന്നും നോക്കിയെടുത്താനുള്ള പ്രാപ്തിയൊന്നും ഇല്ലെന്ന് എനിക്ക് എന്നെ നന്നായിട്ടറിയാം. അങ്ങനെയല്ല ഗിരി, നിനക്കും അനിയത്തിമാർക്കും വേണ്ടി അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതാ അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പാറു നിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറവും വരാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്. നീ അവൾക്ക് ഒരു കുറവില്ലാതെ നോക്കുമെന്നറിയാം. എന്റെയും അച്ഛന്റെയും ഒരു സമാധാനത്തിനു വേണ്ടി ഇതൊക്കെ. ഗിരി, നിന്നോട് എനിക്ക് വലിയ ദേഷ്യമുണ്ടായിരുന്നു, കൊല്ലാനുള്ള കലിയും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാട്ടോ. നീ എൻ്റെ പെങ്ങളെ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്കറിയാം. പാറു നിന്റെ കയ്യിൽ സുരക്ഷിതയാ. പക്ഷെ ആ സുരക്ഷിതത്വം മാത്രം പോരാ, കയ്യിൽ പണം കൂടി വേണം. ഗിരി, പെങ്ങന്മാരുടെ കല്യാണം നടത്തണ്ടേ? അവരുടെ പഠന ചെലവുകളും മറ്റും. ഇനിയിപ്പോ പാറുവിനൊരു ഹോസ്പിറ്റലിലോ മറ്റോ പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നിയാലോ? ഇതിനൊക്കെ നിസ്സാര പണം മതിയോ? ആ ചെറിയ പലചരക്കട കൊണ്ട് എന്താവാനാ? തന്നെയല്ല, ആ കടയൊന്ന് മോടി പിടിപ്പിച്ച് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഇത്തിരി വലിയ ബിസിനസ് തുടങ്ങണ്ടേ? അങ്ങനെ ഗിരി വളരണം. അയ്യോ, ഇതൊന്നും എൻ്റെ ആഗ്രഹം മാത്രമല്ല കേട്ടോ. അച്ഛൻ എന്നോട് പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഗിരി, നീ ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ടിങ്ങതാ. ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റു.